കോട്ടയം വിലങ്ങുപാറയിൽ മീനച്ചിലാറ്റിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികളെ കാണാതായി എന്നതാണ്. 4-അംഗ സംഘത്തിലെ 2 പേരെയാണ് കാണാതായത്. ഭരണങ്ങാനത്തെ ജർമ്മൻ ഭാഷ പഠിക്കാനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ടോബി ജോൺസൺ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബിയും, എന്താണ് ഈ തിരച്ചിൽ നടത്തിയ സംഘം നൽകുന്ന വിവരം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ടോബി? ഉന്മേഷ്, ഏകദേശം 4 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വിലങ്ങുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് 4-അംഗ സംഘം. 3 പേരാണ് പുഴയിലേക്ക് ചാടിയത്. ഒരാൾ കരയിൽ തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ 2 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ആഴത്തിലേക്ക് താഴ്ന്നുപോയി എന്നാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. ഉടൻ തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള നന്മക്കൂട്ടവും എല്ലാം തന്നെ ഇവിടെ വന്ന് വിശദമായിട്ടുള്ള തിരച്ചിൽ നടത്തി. ഏറെ നേരം രാത്രിയാകുന്നത് വരെ, വെട്ടം പോകുന്നത് വരെ തിരച്ചിൽ നടത്തി. പക്ഷേ ഇവരെ കണ്ടെത്താനായില്ല. താഴേക്ക് വല്ലതും ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് തിരച്ചിൽ നടത്തിയവർക്കുള്ളത്. എന്തായാലും രാത്രിയായ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ തിരച്ചിൽ നിർത്തിവെച്ച് നാളെ രാവിലെ തിരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. ജർമ്മൻ ഭാഷ പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയതാണ്, ഭരണങ്ങാനത്തെ ഒരു സ്ഥാപനത്തിൽ എത്തിയതാണ് ഈ വിദ്യാർത്ഥികൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിലാണ് കുളിക്കാൻ വേണ്ടി ഈ പാലത്തിനടിയിൽ ഇവർ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, ശരി. ഇപ്പോൾ ടോബി ജോൺസണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.